ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാനായി 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് ചൂടായതിന് ശേഷം നട്ട്സും ഉണക്കമുന്തിരി ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ 4 സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് നന്നായി ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കാം. സവാള ഈ കാണുന്നത് പോലെ ബ്രൗൺ നിറമാകുമ്പോൾ കോരി മാറ്റാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ മസാല പുരട്ടി വച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി ചെമ്മീൻ ബിരിയാണിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ഗ്രാമ്പു, 5 ഏലക്ക, 1 കഷ്ണം പട്ട, ബേ ലീഫ്, ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇത്രയും ചേർത്ത് ഇളക്കി ഇതിലേക്ക് 3 തക്കാളി ചെറുതായി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി അടച്ചു വയ്ക്കാം. ഈ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാൻ ഞാനിവിടെ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 500 ഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വേവിക്കാനായി 1.5 ലിറ്റർ വെള്ളം എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് തിളച്ചു വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ മസാല ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന സവാളയും 1 കപ്പ് മല്ലിയിലയും 1 കപ്പ് പുതിനയിലയും കൂടെ ചേർത്ത് ഇളക്കി അടച്ചു വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്ത ചെമ്മീനും അല്പം വെള്ളം കൂടെ ചേർത്ത് ഇളക്കി ഗ്രേവി നന്നായി കുറുകി വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. അരി പാകത്തിന് വേവാകുമ്പോൾ ഊറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. ഇതിനായി പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് ചോറ് ചേർക്കാം. അതിന് മുകളിലേക്കായി തയ്യാറാക്കി വച്ചിരിക്കുന്ന ചെമ്മീൻ ഒരു ലെയർ പോലെ ചേർക്കാം. എന്നിട്ട് ബാക്കി ചോറ് കൂടെ മുകളിലത്തെ ലെയറായി ചേർക്കാം. ഇതിന് മുകളിലേക്ക് ഫ്രൈ ചെയ്ത നട്ട്സും കുറച്ച് മുന്തിരിയും ബാക്കി കുറച്ച് സവാള ഫ്രൈ ചെയ്തതും മല്ലിയിലയും ചേർത്ത് അടച്ചു വയ്ക്കാം.
അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം.